ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുടിയിലെ കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പച്ചിലത്താളി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു താളി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ പേരയിലയാണ് കേട്ടോ. അപ്പോൾ അധികം മൂക്കാത്തതായിട്ടുള്ള പേരയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് ഒരു പിടിയോളം തുളസി ഇലയും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ കീഴാർനെല്ലിയാണ് കേട്ടോ. അപ്പോൾ കീഴാർനെല്ലിയുടെ അടിയിലായിട്ട് ഇതേപോലെ ചെറിയ രീതിയിൽ നെല്ലിക്ക പോലത്തെ ചെറിയ ചെറിയ മണികൾ കാണാം. അതാണ് കേട്ടോ കീഴാർനെല്ലി. അപ്പോൾ അതും ഞാൻ ഏകദേശം ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അത് നമുക്കൊരു 4-5 തണ്ട് ഇതേപോലെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഇല എടുക്കാനായിട്ട് നോക്കുക. കാരണം ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രാണികൾ, അതേപോലെ തന്നെ ഇലയുടെ പിന്നിലായിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു മുട്ട പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇലകൾ എടുക്കാണ്ടിരിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഉരിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. എല്ലാ ഇലകളും എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും പൂപ്പോലോ അല്ലെങ്കിൽ എട്ടുകാലോ അല്ല പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നന്നായിട്ട് തന്നെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ളത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതും. ഞാനില്ലാത്തവരാണെങ്കിൽ നമുക്ക് അന്ന് ചോറ് വെച്ച കഞ്ഞിവെള്ളം എടുക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് താളി തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എല്ലാതും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലായാലും അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനായിട്ടും ഒക്കെ സഹായിക്കും കേട്ടോ. ഇനി എല്ലാ ഇലകളും ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചധികം ലൂസാവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ചതിന് ശേഷം ഈ ഒരു താളി നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതൊരു പാക്കായാലും നിങ്ങൾ അരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിലെന്തായാലും അറിയാത്ത ചില പീസുകളോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടികൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരിക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കാൻ അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് താരൻ അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പാക്ക് നിങ്ങളും അരിച്ചിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങളിപ്പോൾ അരിക്കാതെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പായാലും മുടിയായാലും കുറച്ച് അധികം വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ താളിയൊക്കെ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാവുമ്പോൾ ഒട്ടും പൊടികളോ അതേപോലെ തന്നെ അതിൻ്റെ അരയാത്ത ഭാഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിൽ എന്തെങ്കിലും ജടയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഏതൊരു പാക്കായാലും അതേപോലെ തന്നെ ഓയിലായാലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കാലത്ത് നമ്മുടെ മുടിയിൽ അധികം ജടയോ അതേപോലെ കെട്ടോ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നൈറ്റ് ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് തന്നെ നമ്മുടെ മുടിക്കായാലും അതേപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുടിയിലെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ കുറച്ച് ഇതേപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ട് അതോടൊപ്പം നമ്മുടെ മുടി വളർച്ച കൂടുകയും ചെയ്യും. മുടിയുടെ കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ കുറച്ച് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ ഞാൻ കുറച്ച് മാത്രം ഓയിൽ ഇതേപോലെ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിയുടെ അറ്റത്തായിട്ടും ഈ ഒരു ഓയിൽ തേച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്.
അങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു താളി നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പൊക്കെ ഓരോ സെക്ഷനാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ആയുർവേദ താളി നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, മുടി നല്ല കറുപ്പോടും ആരോഗ്യത്തോടും കരുത്തോടും കൂടി വളരാൻ വേണ്ടിയിട്ടും അകാലനരയൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു താളിക്കൂട്ടാണ് കേട്ടോ ഇത്. ആയുർവേദ താളിന്ന് തന്നെ നമുക്കിത് പറയാട്ടോ. കാരണം ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമ്മുടെ മുടിയെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു താളി തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ഏറെ ഗുണങ്ങളുള്ള ഒരു താളിയാണ് കേട്ടത്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാണോ ഇതേപോലെ ലൈറ്റായിട്ട് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ദിവസം ഇതേപോലെ നമുക്ക് ഈ ഒരു താളി തയ്യാറാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി അതേ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല ഉള്ളു കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു താളിയാണ് കേട്ടോ. അപ്പം നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഓയിലൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുടിയെ ഒട്ടും തന്നെ ഡ്രൈ ആക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു നല്ല നാച്ചുറൽ താളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.